പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിതയിലേക്ക്. പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും പ്രജിൻ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതെ, സംശയം വേണ്ട. നമ്മളിപ്പോൾ എന്താണ് പറയാ, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്ന് വയനാടിന്റെ ചുരമൊക്കെ കയറി ഇതാ ഇങ്ങനെ കൽപ്പറ്റ ടൗണിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ യാത്ര. അപ്പൊ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നാളെ വയനാട്ടിൽ നമ്മുടെ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ ഈ ടൗണിൽ വെച്ചാകാം എന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് പാട്ടില്ലേ എന്നായിരിക്കും. ഇവിടെ വെച്ചൊരു പാട്ട് പാടാം. എന്താണ്, അർദ്ധരാത്രി ആയിട്ടില്ലെങ്കിലും ഒരു രാത്രി സമയമാണ്, പാടാൻ പറ്റിയൊരു പാട്ടുണ്ട്. പാടട്ടെ? കുറച്ച് പാടാം. ഓക്കെ. രാവേറെയായിട്ടും തീരെ ഉറങ്ങാതെ പുലരും വരെ വരവീണയിൽ ശ്രുതി മീട്ടി ഞാൻ ആരോവരും നിന്നീ പാടി പാടുമ്പോൾ അഴിവാതിലിൽ മിഴി ചേർത്തു ഞാൻ തളരുന്നു. കാവലായി സ്വയം നിൽക്കും ദീപമേ എരിഞ്ഞാലും മായുവാൻ മറന്നേ പോം തിങ്കളെ തെളിഞ്ഞാലും വിളിക്കാതെ വന്ന കൂട്ടുകാരി ഓയാരൊരാൾ പുലർമഴയിൽ എന്നങ്ങനെ പോകും പാട്ട്. അപ്പോ എന്തായാലും ഇന്ന് എന്താണ്, മ്യൂസിക്കിന്റെ ഒന്നും അകമ്പടി ഇല്ല, അല്ലാതെയാണ് നമ്മൾ പാടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ടൗണിൽ നിൽക്കുകയാണ്, കൽപ്പറ്റ ടൗണിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഈ ടൗണിൽ വെച്ച് ഇങ്ങനെ രീതിയിൽ ഒരു പാട്ട് പാടി ഒരു എന്താണ് ഗുഡ് നൈറ്റ് ഷോ, അങ്ങനെ ഒരു റെക്കോർഡ് നമ്മൾ ഇടുകയാണ്. അപ്പൊ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ ഇന്ന് രാഷ്ട്രീയ വാർത്തകൾ ഏറെ ചർച്ചയായ ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയുന്ന പോലെ മുകേഷിന് രാജി ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചെടുത്താണ്. അങ്ങനെ ഒരു രാജി ഉണ്ടാവുന്നില്ല, മറിച്ച് ഇ.പി. ജയരാജനെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് CPMന്റെ ഒരു പുതിയ തീരുമാനം വരികയും ചെയ്തു. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്, ചർച്ചകളുണ്ട്, വിശേഷങ്ങളുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാലോ, നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ കൽപ്പറ്റ ടൗണിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ പ്രേക്ഷകരോട് എന്തായാലും സംസാരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു QR കോഡ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ് 10 മുതൽ 11:30 വരെ നിങ്ങൾക്ക് വിളിക്കാം. നേരിട്ട് നമ്മുടെ ഈ മാജിക് സ്ക്രീനിന്റെ ഭാഗമാകാം. അപ്പോൾ നേരിൽ നമ്മൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം, പരസ്പരം അങ്ങോട്ട് സംസാരിക്കാം. നിങ്ങളെ കാത്ത് നമ്മൾ നിൽക്കുന്നു. ഒരുപാട് മലയാളികൾ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ QR കോഡിലേക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മളുമായി നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നു. വാർത്തകളിലേക്ക് കടക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കും. അപ്പൊ ആദ്യ വാർത്തയിലേക്ക് പോയാലോ? ആദ്യ വാർത്ത നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. BJP ബാന്ധവ വിവാദത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് E.P. ജയരാജനെ നീക്കിയിരിക്കുന്നത്. ഇന്നലെ നടന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായി. മാത്രമല്ല വലിയ വിമർശനമാണ് E.P. ജയരാജൻ കേൾക്കേണ്ടി വന്നത്. അതെ, ഒരു എന്താണ് പറയാ, കൺവീനർ എന്ന നിലയിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ആ യോഗത്തിൽ ഉണ്ടായി. അതേ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വിഷയം മുകേഷിന്റെ രാജിക്കാര്യം അത് വലിയ രീതിയിൽ ചർച്ചയായതുമില്ല. അങ്ങനെ രാജി CPM ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാണാം ടോപ്പ് സ്റ്റോറി. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഇക്കറെ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് E.P. ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിനുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ E.P. ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം E.P. ജയരാജനെ ക്ഷുഭിതനാക്കി. തുടർന്ന് ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ E.P. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നെന്നുമായിരുന്നു
വിഷയത്തിൽ EP-യുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. മുന്നണി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ EP ജയരാജന് പരിമിതികളുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അത് സംബന്ധിച്ച് LDF-ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. EP ജയരാജനെ മാറ്റിയത് പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയാനാകില്ലെന്ന് നിയുക്ത LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറുമായി പലപ്പോഴും ആളുകൾ മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേയുള്ള CPM-ന്റെ ഏറാണ് EP ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. അതെന്തായാലും ഇത് ഈ EP ജയരാജനെതിരായി ഉയർന്ന വിമർശനം അത് മാത്രമല്ല, അതിൽ മറ്റ് സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കാനിരിക്കുകയാണ്. മുതിർന്ന നേതാവ് കൂടിയായ EP ജയരാജന് ഈ സ്ഥാനനഷ്ടം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതൊരു കീ പൊസിഷനിൽ നിന്നും ഇങ്ങനെ ഒരു മുതിർന്ന നേതാവിനെ ഈ രീതിയിൽ നീക്കം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്തിന്റെ സൂചനയാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരമാണ്. അപ്പോൾ പിണറായി വിജയന് പിന്നിൽ MV ഗോവിന്ദന്റെ ഒരു ആധിപത്യം ഉണ്ടാകുന്നുണ്ട് എന്ന അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ നാളെ ഇപ്പോൾ CPM ഈ പാർട്ടി സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. LDF കൺവീനർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പടിയിറക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റിപ്പോർട്ടിലേക്ക്. LDF കൺവീനർ പദവിയിൽ നിന്നാണ് EP ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ EP ജയരാജൻ അതൃപ്തനായിരുന്നു. PB അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സെന്ററിലെ നേതൃതീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്തായതും EP-ക്ക് അമർഷമുണ്ടാക്കി. നീരസം EP പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ വിവാദം വെട്ടിനിരത്തലിന് ആയുധമാക്കിയതോടെ പതനം. EP-യുടെ എതിർശബ്ദങ്ങളെ ദുർബലമാക്കി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നുവെന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലെയും പാർട്ടിയിലെയും രണ്ടാമൻ പദവി കൂടുതൽ ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ EP ജയരാജന് P ജയരാജന്റേതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത്. പാർട്ടിയെ എക്കാലവും നിയന്ത്രിച്ച കണ്ണൂർ നേതാക്കൾക്കിടയിൽ ഇനി പുതിയ സമവാക്യം. EP ജയരാജൻ എന്ന രാഷ്ട്രീയ വൻമരമാണ് കടപുഴകുന്നത്. നിരന്തരം കലഹിച്ച EP-യുടെ വെല്ലുവിളി MV ഗോവിന്ദന് മുന്നിൽ ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24, കണ്ണൂർ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വിവാദത്തിന്റെ എല്ലാം തുടക്കം അല്ലെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അറിഞ്ഞതാണ് EP പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച. അതേ തുടർന്നുണ്ടായ ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങൾ, അതിലെല്ലാം തന്നെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് EP ജയരാജനായിരുന്നു. പല രീതികളിൽ അതിനെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും ഈ രീതിയിലുള്ളൊരു മാറ്റം, അതും ഒരു കീ പൊസിഷനിൽ നിന്നും അത് EP ജയരാജൻ രാഷ്ട്രീയമായി വലിയ എന്നാണ് പറയുക തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. മാത്രമല്ല EP ജയരാജനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചത് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സാധനമാണ്. കാരണം ആശയപരമായി അതായത് ഏറെ വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള ആശയങ്ങൾ തുടരുന്ന പാർട്ടിയാണ്. അതായത് BJP-ക്കെതിരെ പലപ്പോഴും CPM കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കാറുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച. BJP-യിൽ ചേരാൻ പോവുകയാണോ EP എന്നൊക്കെയുള്ള ഇനിയിപ്പോ അറിയേണ്ടത് അതാണ്. CPM-ൽ തുടരുമോ അതോ BJP-യിലേക്ക് പോകുമോ? എന്തായാലും അവസാന നിമിഷം വരെ ഒരു കണ്ണൂർ എന്ന നിലയിൽ, കണ്ണൂരുകാരൻ എന്ന നിലയിൽ, കണ്ണൂരിലെ ഒരു CPM കാരൻ നിലയിൽ പിണറായി വിജയന്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു EP-ക്ക്. പക്ഷേ അവസാന നിമിഷത്തിൽ പിണറായിയും കൈവിടുന്നു. അതോടെ LDF കൺവീനർ എന്ന സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാകും. വിവാദങ്ങൾ ജയിച്ച് ശക്തനായി തിരിച്ചുവരാൻ നേരത്തെ ജയരാജന് തുണയായത് പിണറായി വിജയനാണ്. ഇത്തവണ പക്ഷേ പിണറായിയുടെ പിന്തുണ MV ഗോവിന്ദനായിരുന്നു. വിഭാഗീയത നിറഞ്ഞ കാലത്ത് ജില്ലാ കമ്മിറ്റികളെയും നേതാക്കന്മാരെയും പിണറായിക്കൊപ്പം നിർത്തിയതാണ് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യുപകാരമായിരുന്നു വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു. മുമ്പേ നീക്കേണ്ടതായിരുന്നെന്ന് ഒരു മന്ത്രി തുറന്നടിച്ചപ്പോൾ EP ജയരാജൻ ക്ഷുഭിതനായി. മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചതോടെ തീരുമാനം തനിക്കെതിരെന്ന് EP മനസ്സിലാക്കി. യോഗത്തിനു പിന്നാലെ AKG സെന്റർ ഫ്ളാറ്റിൽ നിന്ന് സാധനങ്ങളുമെടുത്ത് EP പടിയിറങ്ങി.
സാങ്കേതികമായി ഇ.പി. ജയരാജൻ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവിടെ നിന്നും ഒഴിവാക്കണമോ എന്ന് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതൃപ്തനാണ് ഇ.പി. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയതും അതൃപ്തി പരസ്യമാക്കാനാണ്. ഇനി എന്താണ് ഇ.പിയുടെ നീക്കം? CPIM-ൽ തുടരുമോ? ഇനിയൊരു തിരിച്ചുവരവ് ഇ.പിക്കുണ്ടാകുമോ? അതോ നടപടിക്ക് വഴിയൊരുക്കിയതിന് നിമിത്തമായ BJP-യിൽ ചേരുമോ? ഇ.പിയുടെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 24 തിരുവനന്തപുരം. യെസ്, അതൊരു വലിയ ചോദ്യമാണ്. EP ഇനി എന്തു ചെയ്യും? CPIM-ൽ തുടരുമോ അല്ല CPIM-ന് പുറത്തേക്ക് പോകുമോ എന്ന വലിയ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇനി നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ പുറത്തിറങ്ങിയ ഷോ ചെയ്യുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു ആദ്യത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഈ ഗുഡ് നൈറ്റ് ഷോയുടെ കാര്യം. അതെ, അപ്പോൾ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സോങ് നന്നായി പാടി എന്ന് നിരവധി പേര് പറയുന്നുണ്ട്. റീന സതീശൻ, സുധീഷ്, രമാദേവി, അശോക്, ബീന, കണ്ണൻ താഴത്ത്, മിനി ബാബു, ഷഫീർ, ലേഖ, ഒരുപാട് പേര്. പുറകിലൂടെ വല്ല പുലിയും ആന കാട്ടുപോത്ത് ഒക്കെ വരുന്നത് നോക്കണേ, അതെന്തിനാണാവും? വയനാടിനെ കുറിച്ച് അങ്ങനെയാണോ നമ്മൾ കരുതുന്നല്ലോ? മനോഹരമായ ടൗണിലും കൂടിയാണ് നിൽക്കുന്നത്. കൽപ്പറ്റയിലൊക്കെ ഈ പറയുന്നത് പോലെ എന്താണ് പറയുക, ഈ സമയത്തും വളരെ ആക്റ്റീവാണ്. എന്താണ്, കടകൾ ഒരുപാടൊന്നും തുറന്നിട്ടില്ലെങ്കിൽ കൂടി ടൗൺ ആക്റ്റീവാണ്. ഒരുപാട് വാഹനങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീന പറയുന്നുണ്ട് അവിടെ നല്ല തണുപ്പുണ്ട് അല്ലേ എന്ന്. അത്ര തണുപ്പെന്ന് പറയാനില്ല അല്ലേ, ചെറുതായി മഴ ചാറുന്നുണ്ട്, അതേ ഉള്ളൂ. മഴ വന്നാൽ എന്തു ചെയ്യും? സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. മഴ വന്നാൽ അതിനുമുണ്ട് വഴി, അത് മഴ വന്നാൽ അപ്പാലോചിക്കാം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇന്ന് നമ്മൾ ഉള്ളത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ ടൗണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രേക്ഷകരോട് സംവദിക്കുന്നത്. നാളെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ 24 പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പരിപാടി നടക്കുന്നത്. ഒപ്പം തന്നെ വയനാടിന് കൈത്താങ്ങാവുക, പ്രത്യേകിച്ചും നമ്മുടെ ദുരന്തബാധിതർ, ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വലിയ ജനതയെ കൂടെ നിർത്തുക, അവർക്ക് കൈത്താങ്ങാവുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതി കൂടി നാളെ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഒരു കൂട്ടായ്മയായി നാളെ ഇവിടെ ഈ ഒരു ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. നമ്മൾ പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ജില്ലാ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ തിരികെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നിപ്പോൾ സംസ്ഥാന സമിതി കഴിയുമ്പോൾ മുകേഷിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകും, അതായിരുന്നു നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. കാരണം CPI ഒക്കെ ആ രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചതാണ് മുന്നണിയിൽ തന്നെ. അങ്ങനെ വലിയൊരു റിഫ്റ്റ് ആ മുന്നണി ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും CPM എന്ത് തീരുമാനിക്കുന്നു എന്നത് വലിയ ചോദ്യമായിരുന്നു. പക്ഷേ CPM-ന് ഒരു വലിയ മുകേഷിന് ഒരു വലിയ രക്ഷാകവചം ഒരുക്കുന്ന CPM-നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്, അല്ലേ? അതെ, ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് CPIM-ന്റെ അഭിപ്രായം. ഈ രാജ്യത്ത് ഉടനീളം ഈ ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സമാനമായ കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിരോധം ഒരുക്കിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തായാലും കുറ്റം ആരോപിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിൽ നടപടിയെടുക്കേണ്ട കാര്യമില്ല. കുറ്റം തെളിയിക്കപ്പെട്ടാൽ നടപടിയെടുക്കാം എന്നൊരു വിശദീകരണം കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടത്തി. അതേസമയം തന്നെ CPM-ൽ ഉയർന്ന മറ്റ് എതിർസ്വരങ്ങൾ, പ്രത്യേകിച്ചും പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ടിന്റെ എതിർസ്വരം, അതിനെ പൂർണ്ണമായും ഇന്ന് MV ഗോവിന്ദൻ തള്ളിപ്പറയുന്നു നമ്മൾ കണ്ടു. മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDF-ന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തിയാണ് മുകേഷിനെ സംരക്ഷിക്കാനുള്ള CPIM നിലപാട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന നിലപാട് വേണ്ടെന്നായിരുന്നു പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നത് കൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLA-മാർ അങ്ങനെയല്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ശേഷം കുറ്റവിമുക്തനായാൽ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാൻ കഴിയില്ല എന്നാണ് രാജി ഒഴിവാക്കാനുള്ള മറ്റൊരു ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല.
സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ച CPIയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരാം. വളരെ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ പത്മ നായർ പറയുന്നു, പ്രജിൻ ന്യൂസിലാൻഡിൽ നിന്ന് ട്രിവാൻഡ്രത്തെത്തി വന്ന് കാണാൻ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാം എന്താണ് മെസ്സേജ് എന്നുള്ളത്. യെസ്, അതെ, മിനി ബാബു പറയുന്നുണ്ട്, പ്രജിൻ പ്രവിത ഞങ്ങൾക്കും വരണമെന്നുണ്ടായിരുന്നു, വയനാട് അവിടെയുള്ള എല്ലാവരോടും സ്നേഹം അറിയിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകരുടെ കമന്റ്. ജെറിൻ പറയുന്നു ഇന്ന് പ്രോഗ്രാം ഇല്ല എന്നാണ് വിചാരിച്ചത്, കണ്ടപ്പോൾ സന്തോഷമെന്ന്. അപ്പോൾ തിരികെ എത്താൻ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് മറ്റു വിശേഷങ്ങളിലേക്ക്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തുടരുകയാണ് ഗുഡ് നൈറ്റ് ഷോ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അതെ, അടുത്ത റിപ്പോർട്ട് നോക്കാം. എം മുകേഷുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഇന്ന് എം മുകേഷ് MLA കൊച്ചി മരട് ഫ്ളാറ്റിൽ പോലീസ് സംഘം, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഒരു പരിശോധന നടത്തി. എന്തായാലും അന്വേഷണ സംഘത്തോട് സഹകരിക്കാതിരുന്ന മുകേഷ് ഏറ്റവും ഒടുവിൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ താക്കോൽ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതോടുകൂടി പരാതിക്കാരിയുമായി എത്തി ആ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തു. നടൻ മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പിന്നാലെ പരാതിക്കാരിയെ പീഡനം നടന്നുവെന്ന് കരുതുന്ന മുകേഷിന്റെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മരടിലെ ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തിയ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ തെളിവെടുപ്പാണ് നടത്തിയത്. ലൈംഗിക അതിക്രമം നടന്ന സ്ഥലം ഇതുതന്നെയെന്ന് പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പരാതിക്കാരിയുമായി അന്വേഷണ സംഘം മടങ്ങി. നേരത്തെ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറാൻ മുകേഷ് തയ്യാറായിരുന്നില്ല. മുകേഷിന്റെ നടപടി 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ഫ്ളാറ്റിന്റെ താക്കോൽ എത്തിച്ചു നൽകിയത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തനിക്ക് നേരിട്ട ദുരനുഭവം അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിച്ചതായും പരാതിക്കാരി വ്യക്തമാക്കി. 24 കൊച്ചി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുകേഷ് MLA രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ഇന്ന് MLA ഓഫീസിന് മുന്നിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത്. മാത്രമല്ല പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായി. ലാത്തിചാർജൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തും ഈ രാജി ആവശ്യം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ CPM ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ സംഘർഷത്തിൽ പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. സമരം തുടങ്ങി 6ാം ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ബാരിക്കേഡ് മറികടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ PS സരിതാജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നാലെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ്. കൊല്ലം വെസ്റ്റ് CI ഫയാസ് അടക്കം 2 പോലീസുകാർക്കും 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമായി തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. 24 കൊല്ലം. അപ്പോൾ നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു പ്രതികരണം അതിന്ന് വന്നിരുന്നു. അത് മറ്റാരുടെയുമല്ല, നടൻ മോഹൻലാലിന്റേതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയ്ക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതികരണവുമായി മോഹൻലാൽ ഇന്ന് രംഗത്തെത്തിയത്. പക്ഷേ മാധ്യമങ്ങളോട് നേരിട്ടങ്ങ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയൊന്നും അല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറയാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ആരൊക്കെയാണോ പരാതിക്ക് വിധേയരായിട്ടുള്ളവർ അതിൽ അവർ എന്താണ് പറയുക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന കാര്യം കൂടി മോഹൻലാൽ സൂചിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. ഈ പവർ ഗ്രൂപ്പ് അതിൽ മോഹൻലാൽ ഉണ്ട് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതിൽ താനില്ല എന്ന ഒരു വിശദീകരണം കൂടി ഇന്ന് മോഹൻലാൽ നടത്തുന്ന നമ്മൾ കണ്ടു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്.
അതുകൊണ്ട് ഒളിച്ചോടി പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. ഉത്തരം പറയാതെ ഒളിച്ചോടിയെന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടക്കം. മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മോഹൻലാലിന്റെ വാക്കുകളിൽ വ്യക്തം. സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നും നിശ്ചലമാക്കരുതെന്നും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മോഹൻലാൽ സ്വാഗതം ചെയ്തു. ഹേമ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് താനും മറുപടി പറഞ്ഞതാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും മോഹൻലാൽ. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവർ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അന്വേഷണത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ലെന്ന് മറുപടി. പവർ ഗ്രൂപ്പ് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. താരസംഘടന അമ്മയ്ക്കെതിരായ വിമർശനങ്ങളെയും പ്രതിരോധിക്കാനായിരുന്നു മോഹൻലാലിന്റെ ശ്രമം. അമ്മ ട്രേഡ് യൂണിയൻ സംഘടനയല്ലെന്ന് വിശദീകരണം. എല്ലാത്തിനും അമ്മയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു താരസംഘടന അമ്മയിൽ നിന്ന് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചത്. എന്നിട്ടും മോഹൻലാൽ പരസ്യമായി പ്രതികരിക്കാത്തതിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. യെസ്, എന്തായാലും ഇന്ന് മോഹൻലാലിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അത് ആ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുന്നുമുണ്ട്. പല രീതികളിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മൾ ഉയർന്നു വരുന്നതും കണ്ടു. എന്തായാലും ഒരുപാട് കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ലാൽ പ്രതികരിച്ചത്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളായിരുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ എവിടെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ടൗണിനടുത്താണ് അല്ലേ? ടൗണിനടുത്താണ്. നാളെ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ 24 വയനാട് ജില്ലാ സമ്മേളനം, പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി വയനാടിനെ ഒരു കൈത്താങ് എന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ ഒരുമിച്ച് ചേർക്കുന്നതിനായി, ഒത്തുചേരുന്നതിനായി ഒരു കൂട്ടായ്മ നാളെ നടക്കുകയാണ്. ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഒക്കെ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അപ്പം മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത്, സുധീഷ് പറയുന്നുണ്ട്, പ്രസിഡന്റ് പ്രഭിത കോൾ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ മറ്റു പ്രേക്ഷകരും പറയുന്നുണ്ട്. വീഡിയോ കോളിൽ വരുന്നവർ ഞങ്ങളെ അറിയുമോ എന്ന് ചോദിക്കണമെന്ന് മിനി ബാബു പറയുന്നുണ്ട്. അപ്പം എൻ്റെ നാട്ടിലാണല്ലേ എന്ന് ഇവിടെ മറ്റൊരു പ്രേക്ഷക വിനിയാണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ്. നാളെ നടക്കുന്ന 24 കണക്റ്റിന്റെ ഭാഗമാകാനാണ് ഞങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇവിടേക്ക് കൂടുതലായി എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ അവതാരകരും നാളെ ഇവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർത്തൊരു വലിയ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കാണാനാണ്. നാളെ വയനാട് നടക്കുന്ന 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. 24 കണക്റ്റുമായി സഹകരിച്ച് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാകാനാണ് പരിപാടി. പരിപാടിയുടെ പ്രചരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർത്ത് മെഗാ ബൈക്ക് റാലി നടത്തി. ടി സിദ്ദിഖ് MLA ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ മോർണിംഗ് ഷോ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിൽ നിന്നായിരിക്കും. 24 വയനാട്.
അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ 24 കണക്റ്റുമായി ബന്ധപ്പെട്ട നാളെ വയനാട്ടിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വയനാട്ടിൽ നിന്ന് തന്നെ ഒരു കോളർ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്നും അഖിലയാണ് 24ന്റെ ഈ സ്ക്രീനിലേക്ക് എത്തുന്നത്. ഹായ് അഖില. അഖില, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അഖില കേൾക്കാമോ? എന്താ ഒരു 10-36 കിലോമീറ്റർ ഇപ്പുറം നമ്മളുണ്ട് കേട്ടോ, കൽപ്പറ്റ ടൗണിലുണ്ട്. അറിയാം, ഞങ്ങളെ പരിചയമില്ലാത്ത ടൗൺ ഓക്കെ. അതെയോ? അപ്പൊ നാളെ നമ്മുടെ സമ്മേളനത്തിന് വരുന്നുണ്ടോ അഖില? വരുന്നുണ്ട്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഹാ, അടിപൊളി. അപ്പൊ നമുക്ക് നേരിൽ കാണാം. അതെ, ബാക്കി വിശേഷമൊക്കെ എന്തായാലും നേരിൽ കണ്ട് പറയാം. അഖിലയുടെ കൂടെ ആരൊക്കെയുണ്ട് ഇപ്പോ? എന്റെ ഹസ്ബൻഡ് ഉണ്ട്, മകനുണ്ട്. കൂടെ ആരുണ്ട്? മകൻ ഒരു ദിവസം വിളിച്ചു. എന്ത് ചെയ്യുന്നു? അതെയോ? ഓർമ്മയുണ്ട്. അപ്പൊ അഖിലക്കാണ് ഇന്നും നറുക്ക് വീണതല്ലേ? അതെ, അപ്പൊ ഒരുപാട് സന്തോഷം അഖില സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പൊ നമുക്ക് നാളെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അഖില, എന്താ പറയുക, നമ്മള് സ്റ്റുഡിയോയിൽ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഡിലേ ഉണ്ട് നമ്മൾ സംസാരിക്കുന്നതിൽ. അപ്പൊ നേരിട്ട് കാണാം. റെഡി അഖില? യെസ്, അഖില മാനന്തവാടിയിൽ നിന്ന് വിളിച്ചതാണ്. അപ്പൊ കുടുംബാംഗങ്ങളുമായി നാളെ നമ്മുടെ സമ്മേളന വേദിയിൽ എത്തും എന്നാണ് അഖില അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വയനാട്ടുകാർക്ക് സുസ്വാഗതം. നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നാളത്തെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അത് മാത്രമല്ല ഒരു വലിയ പദ്ധതിയുടെ പ്രഖ്യാപനം കൂടിയാണ് ആ വേദിയിൽ ഉണ്ടാവുക. വയനാടിനായി എന്താണ് നമ്മൾ കൈകോർക്കാം എന്നൊരു മുദ്രാവാക്യം 24 കണക്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് കൂടി അറിയുക. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ തന്നെ തുടരുന്നുണ്ട്. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് പ്രജനാൻ പ്രവിധ തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ കടക്കുകയാണ്. നമ്മളിപ്പോ ഏതാണ്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. മറ്റു വിശേഷങ്ങളിലേക്ക് പറയാം. അപ്പോ ഇന്ന് സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. വളരെ സ്പെഷ്യൽ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി, പുതിയ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ ചുമതലയേറ്റു. 49 അതെ, ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ചുമതലയേറ്റത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ശാരദാ മുരളീധരൻ ആരാണെന്ന്. ആരിൽ നിന്നാണ് സ്ഥാനം ഏറ്റെടുത്തത്? സ്വാഭാവികമായിട്ടും മുന്നത്തെ ചീഫ് സെക്രട്ടറിയിൽ നിന്നാണ്. ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രം അത് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ സ്പെഷ്യലായ കാര്യം ഇന്ന് നടന്നു എന്നുള്ളതാണ് അല്ലേ? അതെ, അപ്പൊ എന്തായാലും ഭർത്താവിൽ നിന്ന് ഭാര്യ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ഇത്ര ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഡോക്ടർ വി വേണു സ്ഥാനം ഒഴിയുന്നു. അതിന് പകരം ഭാര്യ ശാരദാ മുരളീധരൻ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയും ചെയ്തു. വൈകിട്ട് 4:30യോടെയാണ് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കാൻ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ ശാരദാ മുരളീധരൻ എത്തിയത്. ചീഫ് സെക്രട്ടറിയും ഭർത്താവുമായ ഡോക്ടർ വി വേണുവും ജീവനക്കാരും ചേർന്ന് ശാരദാ മുരളീധരനെ സ്വീകരിച്ചു. പിന്നാലെ ഡോക്ടർ വി വേണുവിൽ നിന്ന് ശാരദാ മുരളീധരൻ ചുമതല ഏറ്റെടുത്തു. വി വേണു ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിനെ ജനകീയമാക്കിയെന്നും ഇനിയും ഓഫീസ് അങ്ങനെ തന്നെ തുടരുമെന്നും ശാരദാ മുരളീധരൻ പറഞ്ഞു. വയനാട് പുനരധിവാസവും മാലിന്യമുക്ത നവകേരളവും മുന്നിലുള്ള വെല്ലുവിളിയെന്ന് ചീഫ് സെക്രട്ടറി. മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി വലിയ ദുരന്ത നിവാരണ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അത് കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി അത് സാക്ഷാത്കരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാർച്ച് 30-നുള്ളിൽ മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ മതിയാകുള്ളൂ. അതും ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ന് നിൽക്കുന്ന ഫിനാൻഷ്യലായിട്ടുള്ള കൺസ്ട്രെയിൻറ്റുകൾ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വികസനം കാഴ്ചവെക്കാനായിട്ട് സംസ്ഥാനത്തിന് സാധിക്കണം. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥയായ ശാരദ അടുത്ത വർഷം ഏപ്രിൽ മാസം വരെ ചീഫ് സെക്രട്ടറിയായി തുടരും. 1 വർഷവും 2 മാസവും നീണ്ട സേവനത്തിന് ശേഷമാണ് ഡോക്ടർ വി വേണു ഇന്ന് പടിയിറങ്ങിയത്. 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഈ 24 കണക്റ്റുമായി ബന്ധപ്പെട്ട വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുകയാണ് 24 സംഘം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് 24 ടീം എല്ലാം ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാളെ ഈ പരിപാടി നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിലാണ്. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ്. ഇവിടുത്തെ എന്താണ് സജ്ജീകരണങ്ങളൊക്കെ കാണാം. ഏതാണ്ട് അവസാന വട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ നാളെ പ്രതീക്ഷിക്കുന്നു.
ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ അവർക്കൊരു കൈത്താങ്ങായി നമ്മൾ നിൽക്കുകയാണ്. ഒപ്പം തന്നെ 24 ഒറ്റയ്ക്കല്ല, 24 കണക്റ്റും ഒറ്റയ്ക്കല്ല, ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തകരൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി എത്തുന്നുണ്ട് ഇവിടെ. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ്, ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ആദരിക്കാനുള്ള ഒരു ചടങ്ങായി കൂടി എല്ലാവരും കൂടി ഒരേ വേദിയിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഷെമി സുലൈമാൻ പറയുന്നുണ്ട്, നാളെ നേരത്തെ എഴുന്നേറ്റ് അടുക്കള ജോലികളെല്ലാം ഒരുക്കി നമ്മുടെ വയനാട് ജില്ലാ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഓഡിറ്റോറിയത്തിലെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നാളെ നമ്മുടെ വയനാട് ജില്ലാ സമ്മേളനം, പ്രേക്ഷകരുടെ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ വയനാടിന് കൈത്താങ്ങാവുന്ന കുറെ പദ്ധതികളുടെ പ്രഖ്യാപനം ഒക്കെ ഈ വേദിയിൽ നാളെ നടക്കും. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ്. പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഹാളിലാണ് നാളത്തെ വയനാട് ജില്ലാ സമ്മേളനം, പ്രേക്ഷകരുടെ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കായി ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു ജില്ലാ സമ്മേളനം എന്ന രീതിയിൽ മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ വയനാടിന് ഒരു അതോടൊപ്പം തന്നെ ഇവർക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ കൈത്താങ്ങാകുന്ന നിരവധി പദ്ധതികൾ 24 പ്രഖ്യാപിക്കുന്നുണ്ട്. 24നോടൊപ്പം സർക്കാരിനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ശ്യാം CH ചോദിക്കും, നിങ്ങളുടെ സോങ് നാളെ ഉണ്ടോ എന്ന്. ഞങ്ങളുടേത് മാത്രമല്ല, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സിന്റെയും ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈബ്സിന്റെയും ഒക്കെ പാട്ടുണ്ടാകും. മാത്രമല്ല വയനാട്ടിലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ വേദിയിൽ എത്തുന്നുമുണ്ട്. അങ്ങനെ എല്ലാം കൂടി നാളെ ഒരു കൂട്ടായ്മ ഇവിടെ സംഭവിക്കുകയാണ്. എന്തായാലും ഇവരെ ഒപ്പം ചേർക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണെന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പറ്റാവുന്ന ആൾക്കാരെല്ലാം നാളെ ഇങ്ങോട്ട് വരിക. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലേക്ക്. നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ ഈ സമ്മേളനം നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാത്രി 10:30 നമുക്ക് വീണ്ടും കാണാം. അതിന് മുൻപ് രാവിലെ മുതൽ നമ്മൾ ലൈവ് ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പം സ്റ്റേ ട്യൂൺഡ് വിത്ത് 24.